നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ യൂറോ കപ്പ് തീർത്തും നിരാശാജനകമായിരുന്നു. 5 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഗോളുകളൊന്നും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു അസിസ്റ്റ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. നിർണായകമായ ഒരു പെനാൽറ്റി അദ്ദേഹം പാഴാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ക്വാർട്ടർ ഫൈനലിൽ പോർച്ചുഗൽ പുറത്താവുകയും ചെയ്തിരുന്നു. ഇതൊക്കെ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു കാര്യമായിരുന്നു. ഈ ഒരു മോശം പ്രകടനത്തിൻ്റെ പേരിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിരുന്നു. പക്ഷേ പോർച്ചുഗൽ ദേശീയ ടീമിൽ തന്നെ തുടരാനാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതി. അടുത്ത വേൾഡ് കപ്പ് വരെ അദ്ദേഹം പോർച്ചുഗലിൻ്റെ ദേശീയ ടീമിനോടൊപ്പം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഒരിക്കൽ കൂടി താരത്തിന് പിന്തുണ രേഖപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗലിൻ്റെ പരിശീലകനായ റോബർട്ടോ മാർട്ടിനസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പോർച്ചുഗൽ ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ വളരെയധികം പ്രധാനപ്പെട്ട താരമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പോർച്ചുഗൽ പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 10 വർഷം മുൻപുള്ള ക്രിസ്ത്യാനോയല്ല ഇപ്പോഴുള്ള ക്രിസ്ത്യാനോ. അദ്ദേഹത്തിന് കൂടുതൽ എക്സ്പീരിയൻസ് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പോർച്ചുഗൽ ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട താരമാണ് അദ്ദേഹം. ഞങ്ങളുടെ ലീഡർ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഇതാണ് ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് തൻ്റെ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 യുവേഫ നേഷൻസ് ലീഗ് മത്സരങ്ങളാണ് പോർച്ചുഗൽ കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യയാണ് അവരുടെ എതിരാളികൾ. സെപ്റ്റംബർ 6-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:15 ആ ഒരു മത്സരം നടക്കുക. പിന്നീട് സെപ്റ്റംബർ 9-ാം തീയതി 12:15 നടക്കുന്ന മത്സരത്തിൽ സ്കോട്ട്ലാൻഡാണ് അവരുടെ എതിരാളികൾ. ഈ ഒരു മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ റൊണാൾഡോ ഇടം നേടും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല ആ ഒരു പോർച്ചുഗൽ ദേശീയ ടീമിൻ്റെ ജേഴ്സിയിൽ അദ്ദേഹം തൻ്റെ ആ ഒരു പഴയ മികവിലേക്ക് തിരിച്ചെത്തുമെന്നും ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.